ഹായ് ഹലോ ഗായ്സ്, എന്തല്ല സുഖല്ലേ? ഗുഡ് മോർണിംഗ്. ഞാൻ എണീറ്റപ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റില്ല ഗൈസ്, ലേറ്റായി. ഞാൻ ലൈവ് കണ്ടവർക്ക് അറിയാം, ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി. ക്യാമറയ്ക്ക് ക്വാളിറ്റി ഉണ്ടോയെന്ന് അറിയില്ല, വെളിച്ചം കുറവുണ്ടായിരിക്കും. എൻ്റെ റൂമാണ് അലങ്കോലമായിട്ട് എടുക്കണം. സംഭവം ലേറ്റായി പോയി ഗൈസ്. അപ്പം ഇപ്പം തന്നെ ലേറ്റായി, 2 മിനിറ്റിൽ ഇറങ്ങണം. അപ്പോൾ അതാണ് പെട്ടെന്നായിരുന്നല്ല. എൻ്റെ മോൻ കണ്ടാൽ അറിയാം, ഞാൻ ഉറങ്ങിയില്ല. അപ്പോൾ 6:35 ഇവിടുന്ന് നമ്മൾ പോണത് പടം കാണാനാണ്. ഹാംബുർഗ് പോകണം. ഞാൻ നിൽക്കുന്നത് ഹിൽഡേഴ്ഷൈമിലാണ്. ഇവിടെ നിന്ന് ഒരു 4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഗൈസ്, ഓൺ ദ വേയിൽ ബാക്കിയെല്ലാം പറയാം. ഓക്കെ ഗൈസ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ വീടിൻ്റെ ഈ ഏരിയയാണ്. നമുക്കൊരു നല്ല വ്യൂ ഉണ്ട്. കാണാൻ പറ്റുമോ അറിയില്ല. ഇതാണ് വ്യൂ, സൺറൈസിൻ്റെ വ്യൂ ആണ്. എൻ്റെ കണ്ണൊക്കെ ആകെ ശോകമാണ് ഗൈസ്. ഞാൻ ഇന്നലെ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല ലേറ്റായി എന്ന് വെച്ചാൽ നല്ല ലേറ്റായി. ലൈക്ക് എൻ്റെ അടുത്ത് ഷിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 2 മണി വരെയാണ്. ഞാൻ പിന്നെയാണ് ആലോചിച്ചത്, വെള്ളി ശനി ഇവിടെ ഫുൾ ക്ലീനിങ് ഡേ ആണ്. അവിടെ വരാൻ നിന്നൊരു ആള് എന്തോ ഇഷ്യൂ കാരണം വന്നില്ല. അപ്പം ഞാൻ ആകെ പെട്ടുപോയി. ഞാൻ ലൈവിൽ പിന്നെ ലാസ്റ്റ് കണ്ടവർക്ക് അറിയാം, പിന്നെ ഞാൻ അന്തം വിട്ടിരിക്കുന്നുണ്ട്, വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട്. അതാണ് സംഭവം. ലൈക്ക് പെട്ടുപോയി ഗൈസ് ഇന്നലെ. അത് കഴിഞ്ഞ് വന്ന് 3-3:30 കഴിഞ്ഞ് എത്തിയപ്പോൾ 4 മണിക്ക് ഉറങ്ങി, 6 മണിക്ക് എണീറ്റു. 6 മണിക്ക് ചടപടയെന്ന് എണീറ്റ് എല്ലാം ചില ലൈറ്റ് ആ സൂര്യൻ്റെ വെളിച്ചം നോക്കി നല്ല രസമുണ്ട് ഗൈസ്. നമുക്ക് ബാക്കി കാണാം ഗൈസ്. ലേറ്റായി നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ബാക്കി നോക്കാം. നമ്മൾ സ്റ്റേഷനിലെത്തി. ട്രെയിനൊക്കെ കയറ്റി ഇവിടുന്ന് സ്റ്റാർട്ടിങ് ഹിൽഡേഴ്ഷൈമിൽ നിന്ന് ഹനോവർ പോയിട്ട്, ഹനോവറിൽ നിന്നാണ് മെയിൻ RB എടുത്ത് പോകേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ പോകേണ്ട ട്രെയിൻ. നമ്മുടെ സ്റ്റേഷൻ കാണിച്ചു തരാം. ആണ് സ്റ്റേഷൻ. നമ്മൾ ഇതിലും ഭേദം നമ്മുടെ നാട്ടിലെ സ്റ്റേഷനിൽ പോകും. അതാണ് അവസ്ഥ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് സംസാരിക്കാം. ട്രെയിൻ എടുക്കാൻ സമയം ആ സൗണ്ട് ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല മൈക്ക് എങ്ങനെയുണ്ടെന്ന്. കാരണം എനിക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒന്നെങ്കിൽ ഹെഡ്സെറ്റ് ഇല്ലെങ്കിൽ ഐഫോണിൻ്റെ തന്നെ മൈക്കിൽ കൂടെയാണ് സംസാരിക്കുന്നത്. ലൈക്ക് നേരൊരു ഇൻട്രൊഡക്ഷൻ പോലും തരാൻ പറ്റില്ല ഫസ്റ്റ് വ്ളോഗിൽ. പെട്ടെന്നായിരുന്നു അല്ല. ഓക്കെ, കുറച്ച് സമാധാനമായിട്ടുണ്ട്. സൗണ്ട് ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഒന്ന് മാറി മാറി ഇരുന്നത്, ആൾക്കാരില്ലാത്ത ഭാഗം നോക്കിയിരുന്നു. കാരണം നമ്മളിങ്ങനെ സംസാരിക്കാൻ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ എല്ലാം ഒതുങ്ങിയിരിക്കും. ഇതാണ് നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ. ട്രെയിനല്ലത് എസ്പാനാണ്. എസ്പാനെന്ന് വെച്ചാൽ ചെറിയ സിറ്റി ബന്ധപ്പെടുന്ന അങ്ങനെ എന്തോ എനിക്കും അറിയില്ല സാർ. ഞാൻ 1.5 കൊല്ലം എവിടെയെങ്കിലും എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ ട്രെയിനിനെ കുറിച്ച് അറിയാം. എസ്പാനാണിത്. എസ്പാനിൽ അറിയുന്നവരൊന്ന് കമൻറ്റ് ഇടും. എന്തായാലും കാണുന്നവർ വന്നിട്ട് പറയും എസ്പാൻ എന്താണെന്ന് അറിയില്ലേ. എനിക്കിട്ട് ഊക്ക് കിട്ടും. അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ് എസ്പാൻ എന്ന്. അങ്ങനെ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ പോകുന്നത്, നമ്മൾ ഹാംബുർഗിലാണ് പോകുന്നത്. ഹാംബുർഗിൽ എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ, ഞാൻ തോന്നുന്നു ലൈവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ വാഴ മൂവി കാണാൻ പോവാണ്. വാഴ മൂവി കാണാൻ പോവാണ്. ഇവിടെ അടുത്തുള്ള ഒരു സിറ്റിയിലില്ല. സിനിമാക്സിലൊന്നും റിലീസ് ചെയ്തില്ല. സിനിമാക്സ് നമ്മളെ എല്ലാ സിറ്റിയിലും ഉണ്ടാകുന്ന ഒരു തിയേറ്ററാണ്, എല്ലാ സിറ്റിയിലും ഉണ്ടാവും. വാഴ മൂവി എല്ലാവരുടെ ഭയങ്കര അഭിപ്രായമായിരുന്നു. പിന്നെ ഹാഷിർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. പിന്നെ നമ്മളെ നാട്ടുകാരനും കൂടെയാണ്, കൊല്ലംകാരനാണ്, വർക്കലയുള്ളതാണ്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്നൊക്കെ, നാട്ടിൽ നിന്ന്, എൻ്റെ വീട് വയനാടാണെങ്കിലും പക്ഷെ നാട് വന്ന് ഇതാണ്, കൊല്ലമാണ്. അപ്പോൾ കൊല്ലം ഫ്യൂരി എല്ലാം കമൻറ്റ് ചെയ്യും, കൊല്ലം ഫ്യൂരി എന്ന് പറഞ്ഞിട്ട്. അതും കേൾക്കണമല്ലോ ദൈവം. പിന്നെ എന്താ അവസ്ഥ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഇതൊക്കെ വീഡിയോസ് വരും. കാരണം ഇന്ന് ശനിയാഴ്ച, ഇന്ന് വാഴ മൂവി ഹാംബുർഗിൽ, നാളെ നുണക്കുഴി കാണാൻ ഇവിടെ ഹനോവറിൽ. അതടുത്താണ്, ഒരു 3/4 മണിക്കൂർ യാത്രയുള്ളൂ. അപ്പോൾ 2 വ്ളോഗും കൂടെ ഒരുമിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാ വെറുതെ നമ്മൾ 2 വ്ളോഗ് കിട്ടില്ല, വെറുതെ വ്യൂസും കിട്ടില്ല. ഫസ്റ്റ് വീഡിയോ ആണ്,
അങ്ങനെ ഇൻട്രോ ഒന്നുമില്ല, വെറും ഇൻട്രോ ഒന്നും ആയാലോ ഒന്നും പറയാണ്ട് എണീറ്റ് ഉടനെ അതേപോലെ എന്താണ് അവസ്ഥ എന്ന് നോക്കിയിട്ട് എണീറ്റോടെ എനിക്ക് വീഡിയോ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ സമ്മതിച്ചില്ല ഗൈസ്, സമയം സമ്മതിച്ചില്ല. കാരണം ഇന്നലെ എൻ്റെ നടു ഒടിഞ്ഞു. എങ്ങനെയെങ്കിലും വന്ന് കിടന്നാൽ മതി എന്നായിരുന്നു. കിടന്ന് എണീറ്റപ്പോൾ കറക്റ്റ് 6:15 റെഡിയായി എല്ലാം സെറ്റായി ഇറങ്ങിയതിന് മുന്നാണ് ആ ഇൻട്രോ എടുത്തത്. ആ ഇൻട്രോ ശരിയായോ എന്ന് പോലും ഞാൻ നോക്കില്ല ഗൈസ്. അടുത്ത കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ ഗൈസ്. മൈക്ക് ഇല്ലാത്തൊരു പോരായ്മയാണ്, മൈക്കില്ല, മൈക്ക് തീരെയില്ല. ഞാൻ ബസ്സിൽ നിന്നൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ തന്നെ കേട്ടു നോക്കി, ബസ്സിൻ്റെ സൗണ്ടാണ് കൂടുതൽ, ഞാൻ പറയുന്നതിൻ്റെ ഒന്നുമില്ല. ഇതാണ് പ്രശ്നം. നമുക്ക് കാണാം, പോണ വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. മെയിൻ സാധനങ്ങൾ മാത്രം ഞാൻ സംസാരിച്ചു. പിന്നെ പടം കഴിഞ്ഞിട്ട് എൻ്റെ അഭിപ്രായം പറയാം ഗൈസ്. നിങ്ങളും അത് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഗായ്സ് ഞാൻ ഇതങ്ങനെ ഹനോവർ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ട്രെയിൻ എടുത്ത് പോകണം. അടുത്ത ട്രെയിനിന് 10 മിനിറ്റ്. അപ്പോൾ ഞാൻ പുറത്തൊന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ്, ഇതൊന്ന് കാണിച്ചു തരാം. നല്ല രസമുണ്ട്, ഭയങ്കര സ്റ്റേഷനിലെ ബാനപ്പാണ്. ഗായ്സ് അങ്ങനെ നമ്മൾ ഹിൽഡേ ഷൈമിൽ നിന്ന് ഹനോവർ എത്തി. ഹനോവറിൽ ഞാൻ വ്യൂസൊക്കെ കാണിച്ചു തന്നല്ലോ. ഇനി നമ്മൾ ഹനോവറിൽ നിന്ന് നല്ല ദൂരമുണ്ട്, ലൈക്ക് ഒരു 2 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് ഹാംബർഗിലേക്ക്. ഹാംബർഗ് ചെന്നിട്ട് നമുക്ക് പിന്നെ ഒരു അരമണിക്കൂറിൻ്റെ യാത്ര കൊണ്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. എന്ത് മണ്ടത്തരാണ് ട്രെയിൻ തിയേറ്ററിലേക്ക്. തിയേറ്റർ ഏതോ ഗുദാമിലാണെന്ന് തോന്നുന്നു, അത് സിറ്റി സെൻറ്ററിലാണോന്ന് അറിയില്ല, പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഹാംബർഗ് പോണത്, അതിന് കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഹനോവർ എത്തിയിട്ടുണ്ട്. ഹനോവറിൽ നിന്ന് നമുക്ക് ഇനി അടുത്ത ഹാംബർഗ് പോകണം. ഹാംബർഗിലാണ് നമ്മൾ തിയേറ്റർ. ഇതുവരെ എല്ലാം പക്കയാണ്. ഈ ട്രെയിൻ പക്ക ടൈമിന് എത്തിയ രക്ഷപ്പെട്ടു. ഹാംബർഗ് എത്തിക്കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തേലും കാണിച്ച് നമുക്ക് തിയേറ്ററിലെത്താം, അല്ലെങ്കിൽ ഫുള്ള് പെടും. അപ്പം ഇത് ലേറ്റ് ആയി കഴിഞ്ഞാൽ ആലോചിക്കാൻ കൂടി വയ്യ. ഞാൻ പിന്നെ എല്ലാം ഓടി എത്തിയത് വെറുതെ ആവും. പടം കാണാൻ അത്രയ്ക്കും ഇത് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അറിയില്ല, ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ്, പടത്തിന് വേണ്ടി എക്സൈറ്റഡ് ആവും. ഹാഷിറിന് വേണ്ടി കട്ട വെയിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ബാക്കി പിള്ളേരൊന്നും നൈസല്ലാന്നല്ല, എല്ലാവരും ഇതേപോലെ കയറി വന്നവരാ. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പടം കഴിഞ്ഞിട്ട് ബാക്കി പറയാം, അതിലല്ലേ കാര്യം, അവിടെയാണ് മെയിൻ. ഗായ്സ് നമ്മൾ വന്ന ട്രെയിനാണ് ഗൈസ്. നമ്മൾ പേടിച്ച പോലെ തന്നെ നടന്നു. ട്രെയിൻ ക്യാൻസൽ ചെയ്തു, അടുത്ത ട്രെയിനിൽ കയറി പോയിക്കോളാൻ അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗായ്സ്. അങ്ങനെ ട്രെയിൻ വന്നു, കയറി വലിഞ്ഞ് കയറി നോക്കുമ്പോൾ സീറ്റില്ല, നിൽക്കേണ്ടി വന്നു. ഡോർ സൈഡിൽ അങ്ങനെ ചവിട്ടി തേച്ച് നിന്നപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് നിൽക്കുന്നതിന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണ്ടായി. അങ്ങനെ എൻ്റെ ഒരു ഫാൻ ബോയ് നോക്കി അങ്ങനെ യാത്ര തുടങ്ങി. ഗായ്സ് നമ്മളങ്ങനെ ഹാംബർഗ് എത്തി. ഹാംബർഗ് ബാനഫ് കാണിക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് ബാനഫിൻ്റെ ബാക്ക് സൈഡായി പോയി ഗൈസ്. നമുക്ക് പെട്ടെന്ന് എസ് ബാൻ എടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ ഓടുകയായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് എൻട്രൻസിൽ കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. ഗായ്സ് നമ്മളങ്ങനെ തിയേറ്ററുള്ള സിറ്റിയിലെത്തിയിരിക്കുന്നു ഗൈസ്. തിയേറ്ററിന് ഇവിടെ കീനോ എന്നാണ് പറയുക. ഇതാണ് സിറ്റിയിലെ വ്യൂ ആണിത്. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഗൈസ്.
എന്താണെന്ന് അറിയില്ല, കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലാണ്. അങ്ങനെ കഴിച്ച് നമ്മൾ വായി നോക്കി സമാധാനത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേൻ്റെ ഒരു കെബാബ് ഷോപ്പ്. പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, ഒരു ദുറുവും അങ്ങ് ഓർഡർ ചെയ്തു. അത് എടുക്കുന്ന ഏട്ടനെ നൈസായിട്ട് വീഡിയോ എടുത്തു. അതിന് കടം പറയാമെന്ന് ചോദിച്ചപ്പോൾ ഇത് നാടല്ലാന്ന് ഓർത്ത് നൈസായിട്ട് പൈസയും കൊടുത്ത് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ഡോണറൊക്കെ വാങ്ങി പുറത്തിറങ്ങിയിട്ട് നമുക്ക് എവിടെയെങ്കിലും സമാധാനത്തിൽ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ് നമ്മ അവിടെ നടന്നു വന്നപ്പോൾ ഞാൻ കാണിച്ച കടയിൽ നല്ല ഡോണറിനെ മണം. ഒന്നും നോക്കിയില്ല, കയറി ഒരു ദുറുവും അടിച്ചു. ദുറുവും വാങ്ങി സ്ഥലം തിയേറ്റർ കണ്ടുപിടിച്ച് വന്നത്തേക്കും ഇവിടെ ഇനി ഒരു 3/4 മണിക്കൂർ നമ്മ ഇതും കഴിച്ച് നൈസായിട്ട് ചില്ലടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നിന്നപ്പോൾ നമുക്കൊരു കമ്പനി കിട്ടി. പ്രാവുകൾ. ഞാൻ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പേരിൽ അടി ഉണ്ടാക്കണേണത്. അങ്ങനെയൊക്കെ തിയേറ്ററിൽ അടുത്താണ്. തിയേറ്റർ കണ്ടിട്ടില്ല ഗൈസ്, തിയേറ്റർ എവിടെയാണെന്നല്ല. ഉറപ്പാണ് ഞാൻ ഓഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് ഓഡിയോ ഇടേണ്ടി വരും ഗൈസ്. നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റും. ഞാൻ കഴിച്ചിട്ടുള്ള ബെസ്റ്റ് ഒന്നുമല്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഞാൻ തിയേറ്റർ തപ്പാണ് കഴിച്ചു. തിയേറ്റർ ഇവിടെ അടുത്തുനിന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പ് എന്നെ തേച്ചോന്ന് അറിയില്ല. എന്തായാലും തപ്പി കണ്ടുപിടിക്കാം. 10 മിനിറ്റ് ഉള്ളപ്പോൾ പോകാൻ കഴിച്ചു. എനിക്ക് നല്ല വിശപ്പ്. ഞാൻ രാവിലെ ഇറങ്ങിയല്ലേ, ഞാൻ കഴിക്കാന്ന് ചോദിച്ചു. ഇനി എന്തായാലും 2 മണി 3 മണി ആവും എന്തായാലും പടം കഴിഞ്ഞ് ഇറങ്ങാൻ. 2 മണിക്കൂറുള്ള പടം എന്നാണ് ഞാൻ കണ്ടത് ഗൂഗിളിൽ. കാരണം അതിന് അനുസരിച്ചാണ് ഞാൻ തിരിച്ചു പോകുന്നത് പ്ലാൻ ചെയ്തിരിക്കണേ. അപ്പൊ അത് നോക്കിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോലുണ്ടാവില്ല. അതുകൊണ്ട് നോക്കുന്നുണ്ട്. എൻ്റെ പ്രാവ് കുട്ടികളൊക്കെ പോയി ഗൈസ്. ഞാൻ ഇട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി. എന്താ അവസ്ഥ എന്നറിയില്ല. പക്ഷെ എനിക്ക് ഈ ഏരിയ ഇഷ്ടമായി. സിറ്റിനുള്ളിൽ തന്നെ ചില്ലടിക്കാനുള്ള പറ്റിയൊരു ഏരിയ. സിറ്റി നമുക്ക് ഇവിടെ നിന്ന് ചെയ്യും. നമ്മളിങ്ങനെ കൂളായിട്ട്. ഓക്കെ നമ്മ തിയേറ്റർ കണ്ടുപിടിച്ചു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ കണ്ടിട്ട് മറ്റേ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യും. ആ സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇതാണ് തിയേറ്ററിൻ്റെ എൻട്രൻസ്. തട്ടിക്കൂട്ടാണ്. മറ്റേ എൻട്രൻസ് ഇതിലും ഭേദമായിരുന്നു. ഫുൾ ഭാഗം കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ നോക്കിയിട്ട് കാണിക്കാൻ പറ്റും, നോക്കാം. ക്യാമറ അലൗഡ് ആണോ എന്ന് അറിയില്ല. ഇവിടെ എഴുതിയിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ നോക്കട്ടെ ഗൈസ്. എൻ്റെ ഉള്ളിൽ കയറി നടന്നപ്പോഴാണ് മനസ്സിലായത് നല്ല വൈബ്. അതിൻ്റെ ഉള്ളിൽ ഓപ്പൺ എയർ ആണ് ഫുൾ. പഴയ ബിൽഡിങ് എങ്ങനെയെങ്കിലും പൊടി തട്ടി ഇൻഫ്രാസ്ട്രക്ചർ പോലും മാറ്റാണ്ട് അതിൽ കുറച്ച് കമ്പിയൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നത് ഗൈസ്. കമ്പിയും ഗ്ലാസ്സൊക്കെ വെച്ച്. ഈ സൈഡിൽ നൈസായിട്ടൊരു സാധനം ഉണ്ട് ഗൈസ്. ഇതുണ്ടോ, വർക്കിംഗ് ഏരിയ. എന്തോ ആഭരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പഴയതാണോ ഒന്നും അറിയാൻ വയ്യ. ഞാൻ ബാക്ക് ക്യാമറ കാണിക്കാം ഗൈസ്. വെയിറ്റ്. ആർട്ടാണ് ഗൈസ്. ഒരെണ്ണത്തിൻ്റെയൊക്കെ വില, ഇതിൻ്റെയൊക്കെ വില 250 യൂറോ ഗൈസ്. നാട്ടിലെ 20,000 രൂപ, അറൗണ്ട് 18,000 രൂപയൊക്കെയാണ് ഇതിൻ്റെ വില. എന്ത് മോതിരാണ്. നമ്മളെ കന്യാകുമാരി പോയാൽ 10 രൂപയ്ക്ക് കിട്ടും ഗൈസ്. അല്ലെങ്കിൽ മണാലിച്ചിറ മറൈൻ ഡ്രൈവിൽ വല്ലതും പോയാൽ. പക്ഷെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്കൊന്ന് ഇവിടെ തന്നെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ലൈക്ക് അവരിങ്ങനെ വർക്കിംഗ് ഏരിയ, അവിടെ കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ള മെഷീൻ എല്ലാം ഉണ്ട് ഗൈസ്. രസമുണ്ട്. ഇപ്പുറത്ത് യോഗ എന്തോ ചെയ്യുന്നുണ്ട് ഗൈസ്. എനിക്ക് അധികം എടുക്കാൻ പറ്റില്ല. അവിടെ ഫുൾ ലേഡീസാണ്. നമ്മളത് പ്രൈവസി ഗൈസ്. യോഗേൻ്റെ എന്തോ ചെയ്യുന്നുണ്ട് ഇവിടെ, യോഗേൻ്റെ പരിപാടി. പിന്നെ അവിടെ കൊടിയാക്ക് ടാറ്റു ഒന്നും ഒരു രക്ഷയില്ലാത്ത വിലയ. 15 സെൻറ്റിമീറ്ററിനൊക്കെ 30,000 രൂപയാണ് പറയുന്നത് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. 15 സെൻറ്റിമീറ്ററിന് 30,000 രൂപയാണ് ഗൈസ്. ഞാനിത് നാട്ടിൽ നിന്ന് ചെയ്തതിന് 900 റുപ്പീസ്, 900 രൂപ ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഒരു ടാറ്റു അടിക്കുന്ന ഒരാളോട് ചോദിച്ചു ലൈക്ക് എത്ര രൂപയാവുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് 15, ലൈക്ക് 1,500 രൂപ. ലൈക്ക് ഇവിടുത്തെ 150 യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിലെ 10,000 അല്ലെങ്കിൽ 12,000 13,000 രൂപയാവുന്നു. ഞാൻ ഇവിടുത്തെ ഇത് കാണിച്ചാൽ ഗൈസ് ഒരു ടാറ്റുവിൻ്റെ. പക്ഷേ ടാറ്റു ക്വാളിറ്റി ഉണ്ടാവും ഗൈസ് എന്നാണ് തോന്നുന്നത്. ഇത് ഇപ്പം 260 യൂറോൻ്റെ സാധനമാണ്. അവർ 150 യൂറോയ്ക്ക് അടിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മളങ്ങനെ തിയേറ്ററിൻ്റെ ഉള്ളിലെത്തി.
തിയേറ്ററിനുള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഹോം തിയേറ്ററിനെക്കാട്ടി കഷ്ടമാണെന്ന്. കാരണം പൊളിഞ്ഞിടക്കുന്ന ബിൽഡിംഗ് ആണ് ഗൈസ്. സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം, പണിയൊന്നും കഴിയാത്ത പോലെ. ഗൈസ് ഞാൻ ഫ്രണ്ട് ക്യാമറ ഓണാക്കാൻ തന്നെ കാണില്ല ഗൈസ്. ഞാൻ ട്രാപ്പായി ഗൈസ്, ട്രാപ്പായി. പൈസ പോയെന്ന് തോന്നുന്നു. സൗണ്ടും കൂടി ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും ഗൈസ്. പടം കാണണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഹിൽ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്, നിങ്ങൾക്ക് ഉള്ളിൽ കയറണമെന്ന് ചോദിച്ചു. എനിക്ക് കയറണമെന്നാണ്. ഇതിനുള്ളിൽ ചൂടാണ്, അതാണ് അവർ ചോദിച്ചു ഇപ്പോഴേ കയറണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഇരിക്കണം, കാലുവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വന്ന ഹിൽ സ്റ്റേഷൻ നിനക്ക് പ്രാന്താണോ എന്നുള്ള നോട്ടമായിരുന്നു എൻ്റെ അടുത്ത് നോക്കിയത്. ചെക്കൻ ഇംഗ്ലീഷ് അറിയുന്നുണ്ട് സംസാരിച്ച്. എന്നിട്ട് ചോദിച്ചു നീ എപ്പോൾ ഇറങ്ങി? അത് കുറേ ജനായാലോ എന്നൊക്കെ പറഞ്ഞു ഗൈസ്. നമുക്ക് പടം എന്ന് പറഞ്ഞാൽ പ്രാന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് കഷ്ടപ്പെടാം, അതാണ് സംഭവം. പടം കണ്ടു കഴിഞ്ഞിട്ട് പടത്തിൻ്റെ അഭിപ്രായം പറയാം.